ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പുഡിംഗ് ആകുമ്പോൾ അതിനകത്ത് നമ്മൾ മധുരവും എല്ലാം ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. നമ്മൾ 1 ലിറ്റർ പാലിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം അപ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കുറച്ച് കട്ടയായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കോൺഫ്ലവർ ഒന്നും കൂടെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് പിസ്ത പൗഡറാണ്. പിസ്ത പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇനി ഇത് കയ്യിലില്ല എങ്കിൽ സാധാരണ പിസ്തയുടെ തൊലി കളഞ്ഞിട്ട് അത് പൊടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ എടുത്ത പാല് ഹൈ ഫ്ലെയിമിലാണ് ആദ്യം വെക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് പഞ്ചസാരയോ കോൺഫ്ലവറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ആ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾക്കിത് ബ്രെഡിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ പുഡിങ്ങിന് മധുരം കുറച്ച് കൂടുതലായിരിക്കണം. അതുകൊണ്ട് ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയാണ്. ഞാനിവിടെ ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡും പിന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിലാണ് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം പാലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കോൺഫ്ലവറിൻ്റെ മിക്സാണ്. നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി ഒന്ന് കലക്കിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. പാല് ഓൾമോസ്റ്റ് തിളയ്ക്കാറായിട്ടുണ്ട്. തിളച്ച് പൊങ്ങുമ്പോൾ ഇത് പോകാതെ ശ്രദ്ധിക്കണം. അതിനായിട്ട് വേണമെങ്കിൽ തീ കുറച്ച് വെക്കാം. ഇപ്പോൾ ഇതാ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലവറൊക്കെ ഒന്ന് തിക്കായിട്ട് വരണം. അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലവർ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പിസ്ത പൗഡറോട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇതിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ആ മിക്സ് ഇതിനകത്തേക്ക് തന്നെ തിരിച്ചൊഴിക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ഈ പാലിനകത്തേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളുടെ പുഡിങ്ങിന് കിട്ടുന്നത്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇനി വീണ്ടും വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് മിക്സായി കിട്ടുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. നമ്മളുടെ പുഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അതാണുള്ളത്. അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഇപ്പോൾ ഇതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഏകദേശം 14 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ബ്രെഡ് ചിലപ്പോൾ കൂടുതലോ കുറവോ വേണ്ടി വരും. അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ഭാഗം കളയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതേപോലത്തെ വലിയൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസ് ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജസ് എല്ലാം കവേർഡ് ആകുന്ന രീതിയിൽ വേണം ബ്രെഡ് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ സ്ഥലത്തും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ കുതിർന്ന് വേണം ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് വെച്ച് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പുഡിങ്ങിന് മധുരം കുറച്ച് കൂടുതലായിരിക്കണം. അപ്പോഴാണ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം ഞാനെടുത്ത പാത്രം ഏതാണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് പാലിൻ്റെ ബാക്കിയുള്ള മിക്സ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡെല്ലാം നല്ലപോലെ കുതിർന്ന് കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പിസ്ത പൗഡർ വെച്ച് ഇതേപോലെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ ചെറിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മളിത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാനായിട്ട്. താഴെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കരുത്. ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് എല്ലാം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാൻ പോവാണ്. 2-3 മണിക്കൂർ നമ്മൾക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിംഗ് എല്ലാം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ വെച്ച് കൊടുത്ത ബ്രെഡിൻ്റെ അതേ പാകത്തിൽ തന്നെ കട്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്